ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. മാങ്ങയും മുരിങ്ങക്കായും കൂടി മുളക് കറി. അതിനുവേണ്ടി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. ഒരു കാൽഭാഗം, ഒരു വലിയ സവാള ആയിരുന്നു, അതിന്റെ കാൽഭാഗം സവാള മതി. അത് ചെറുതായിട്ടൊന്ന് അരിയാം. ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചെറിയ ഉള്ളിയുണ്ട് കുറച്ച്. ഈ ചെറിയ ഉള്ളി ഇതുപോലെ ഫ്രോസൺ മേടിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾക്കിവിടെ കിട്ടുന്നത്. അതുകൂടാതെ മാങ്ങ ഇതുപോലെ പാക്ക് ചെയ്ത് ഫ്രോസൺ ആണ്. അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിയാം. ഇപ്പോൾ ഞാൻ മീനെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ കുഴച്ച് വെക്കാം. അതിന് വേണ്ടി മുളക് പൊടി 2 ടീസ്പൂൺ, 1 2, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് മൂന്നും കൂടി നമുക്കൊന്ന് വെള്ളത്തിൽ കലക്കി വെക്കാം. ഒത്തിരി വെള്ളം വേണ്ട, ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഇത് കലക്കി വെക്കാം. അതുപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മാറ്റി വെക്കാം. മൺചട്ടി തന്നെ നമുക്കിന്ന് ഉണ്ടാക്കാം. മൺചട്ടി ഇവിടെ ഇരിക്കട്ടെ. ചട്ടി വെച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇനി നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇടാം. ഉലുവ ഒന്ന് പൊട്ടട്ടെ. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് ഇടാം. ഞാൻ ചതച്ച് വെച്ചത് ജിഞ്ചർ ഗാർലിക്കാണ്. അതിലിട്ട് എൻ്റെ കൂടെ പച്ചമുളക് ഇടും, 2 പച്ചമുളക്. ഒന്ന് പകുതി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള മാറ്റി വെച്ചില്ലേ, കാൽഭാഗം, ഒരു വലിയ സവാളയുടെ കാൽഭാഗം. നല്ല ഉൾവയുടെ വെളിച്ചെണ്ണയുടെ പണമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അത് കുറച്ചിടാം. അതെല്ലാം ഇടുന്നില്ല. കുറച്ച് ഉപ്പിട്ടിട്ട് അടച്ചു വെക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇപ്പൊ തന്നെ ഇടാം. ഇതൊന്നും നല്ലപോലെ വേവട്ടെ. തീ ഒരു ലോ മീഡിയത്തിന് ഇടയ്ക്ക് വെക്കാം. നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക്കും. ഇത് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് രൂപത്തിൽ വെച്ചിരിക്കുന്ന ചുമന്ന മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അത് ചേർക്കാം. ഇത് കിടന്ന് നല്ലപോലെ ഒന്ന് മൊരിയട്ടെ ഈ അരപ്പ്. തീ ഒരു മീഡിയത്തിലോട്ട് വെക്കാം. അരപ്പൊന്ന് നല്ലപോലെ ഇതിനകത്ത് കിടന്ന് വേവട്ടെ. നമുക്ക് ഒന്നും കൂടി മൂടി വെക്കാം. നമുക്ക് തുറന്നു നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അരപ്പ് നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ മൊരിഞ്ഞിരിക്കണം. അതിൻ്റെ പച്ച ചുവയെല്ലാം മാറി നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഒരു 1/4 കപ്പ് വെള്ളം, നേരത്തെ ആ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലേ, അത് കഴുകിയ വെള്ളമാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇടാം. ഇതൊരു 1 കപ്പ് മാങ്ങയുണ്ട്. ഇതിന് പുളി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇടുക. എൻ്റെ കൂടെ തന്നെ മുരിങ്ങക്കായും. ഇതൊരു മുരിങ്ങക്കായുണ്ട്, എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് ഒരാവശ്യമുള്ളതെന്ന് തോന്നുന്നു. കാരണം 1 കിലോ മീനാണ്, അപ്പം അതിന് ഇത് മതിയാവും. കുറച്ച് കറിവേപ്പില. ഇതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് മീനിടാം. ഇതൊരു 10-15 മിനിറ്റ് ആയി നമുക്ക് തുറന്നു നോക്കാം. തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റിന് ഉപ്പൊക്കെ നോക്കാം. പക്ഷെ ഉപ്പ് ഇച്ചിരി കൂടി നിൽക്കണം, കാരണം മീൻ ഇടുമ്പോൾ അതിലേക്ക് പിടിക്കുമല്ലോ. മീനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ഞാൻ അധികം വെള്ളം വെക്കാറുണ്ട്. ഇതിലോട്ട് ഒതുക്കി വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വെള്ളം ഇതിന് മേലെ വന്ന് നിൽക്കും. ഇത്തിരി വെള്ളം വെക്കരുത് മീൻ കറിക്ക്. ഒന്ന് അടച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇനി അവിടെ ഇരുന്നത് വേവട്ടെ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇപ്പം മീൻ വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഇനി തവിയിട്ടൊന്നും ഇളക്കാൻ പറ്റില്ലല്ലോ, മീനൊക്കെ പൊടിഞ്ഞു പോകും. ചുറ്റി കൊടുത്തിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കാം. ഉപ്പും പുളി എല്ലാ ആവശ്യത്തിനുണ്ട്. കുറച്ച് മുളക് കൂടുതലാണ്, പക്ഷേ എല്ലാ പ്രാവശ്യവും പറയുന്ന ഒരു എക്സ്ക്യൂസ് പറയുന്നു, കുറച്ച് നേരം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നാളെ ആകുമ്പോൾ ഇതിൻ്റെ മുളകൊക്കെ കുറയുന്നു. കുറച്ച് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില മൂടി ആക്കിയിട്ട് മൂടി വെക്കാം. നമ്മുടെ കറി അടിപൊളി. മൂടിയിട്ട് മാറ്റി വെക്കാം.